ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. ഭാവനയ്ക്ക് ആദ്യമായി പേടിയായിരുന്നു നമ്മളൊക്കെ. ഇവന്മാരൊക്കെ ആരാന്ന് ഇത് പരിചയപ്പെടണോ വേണ്ടയോ? ആരങ്ങോട്ട് ഭാവനയെ നോക്കിയാലും ഭാവന അപ്പം സരവണ അപ്പൊ സരവണൻ ഒരു പാവം. ആ മാഡം ഒന്നും കാണത്തില്ല. ഇവരെക്കാൾ ഇടിച്ചു കയറി സംസാരിച്ചു. അപ്പൊ നമ്മളെ കാട്ടി ഞാൻ വിചാരിച്ചു നിങ്ങൾ തന്നെ സെഗ്മെന്റ് കൊണ്ടുവരും. എന്റെ പെണ്ണുമ്പിളയ്ക്ക് ഓർമ്മ ഞാൻ രണ്ടുവട്ടം കുളിക്കുക. സോഷ്യൽ മീഡിയ തകർന്നു. ഭാവന നോസ് ചന്തു ടേക്സ് ബാക്ക് ട്വൈസ്. അപ്പൊ അതിന് ഇല്ല, ഇടയ്ക്കെന്നോ 3 ദിവസം ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടായിരുന്നല്ലേ? ഒടുവിൽ ക്രഷ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന ആളായിരുന്നു. എനിക്ക് ആ നമ്പർ ഒന്ന് തരുമോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത് കല്യാണം കഴിഞ്ഞാല് നല്ല വിഷമമുണ്ട് അല്ലേ? ഡെയിൻ ഒരു കാട്ടുകോഴി, സമാധാനായി. അതില് വിഷമമുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ ചെറിയൊരു വിഷമം എവിടെയോ വന്നതുപോലെ. എന്നാലും മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ കാട്ടുകോഴിന്നൊക്കെ ചോദിക്കാവോ? ഞങ്ങളാണ് ഇതില് പെയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ റൊമാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഭാവന പറഞ്ഞു ഒരിക്കലും അല്ല. They will disagree. ഇപ്പൊ ഈ പറഞ്ഞത് ഞാനിപ്പോ റിയൽ ചെയ്തു. അപ്പൊ അതെനിക്ക് ശരിക്കും ഈ പറഞ്ഞൊരു വിഷയില് നമുക്ക് അവള് മെസ്സേജ് ചോദിച്ചു. ഞാൻ നടന്നു വരുമ്പോ കോറിഡോറിൽ വരുമ്പോ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം. ആ റീലൊക്കെ വന്നു. അല്ലെങ്കിൽ തന്നെ കെട്ടിപ്പിടിക്കും. പറയുന്നു വേണ്ട, തേച്ച് ഇതുവരെ കേൾക്കാത്ത കുറെ വാക്കുകളൊക്കെ കേട്ട് ആ ഒരു സമയത്ത് ഹലോ അല്ല എവിടേക്കാ പോകുന്നത് അങ്ങ് സമ്മതിക്കും. ആ ഒരു സമയത്ത് അവിടെയാണ്, അത്രേ ഉള്ളൂ. ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ടൈപ്പ് പിള്ളേർ എങ്ങനെയുണ്ടോ അതാണ് ആ സെറ്റിൽ. ഞങ്ങൾ ടോൺ ടൈമിൽ വരണം. ഷാജി സാറിന് ഭയങ്കര മസ്റ്റാണ് അതൊക്കെ. ഇവനെ ഞങ്ങൾ ഇടയ്ക്ക് കൂട്ടി വിളിക്കുമായിരുന്നു. ഇവനും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് പറ്റിച്ചിട്ട് ഇപ്പം കറക്റ്റ് സർ ഞാൻ എത്തിയിട്ടില്ല, ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല എന്ന് ഇവൻ പറയും. ഡെയിൻ എവിടെയും ചോദിക്കുമ്പോൾ ഷാജി സാറിന്റെ കൂടുന്നിട്ട് ഇവൻ സ്ക്രിപ്റ്റ് ഒക്കെ ചോദിക്കും. ഈ സീൻ ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിഥിയുടെ DP ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്? ടൈറ്റാനിക്കില് റോസിനെ പോലെ അതിന്റെ ഇടയിൽ ഹായ് എവരിവൺ, വെൽക്കം ടു ബിഹൈൻഡ് വുഡ്സ്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഭാവന, അതിഥി രവി, ഡെയിൻ റിവേഴ്സ്, ചന്തുനാഥ് ആൻഡ് നിഖിൽ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഹണ്ടിന്റെ വിശേഷങ്ങളാണ് ഏറ്റവും പുതിയതായിട്ടുള്ളത്. ചേച്ചി, ഹണ്ട് ഒരു ഹൊറർ ത്രില്ലർ അല്ലേ? സോ അതിൽ ഡോക്ടർ ഒരു ട്രാൻസിഷൻ ജേർണി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ലൈഫ് കൊടുത്തതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതൊരു ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു PG റെസിഡൻ്റ് ആണ് കീർത്തി. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിക്കുകളാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലൊക്കെയാണ് ഈ കീർത്തി ഈ റെസിഡൻറ്റിൻ്റെ ആക്ച്വലി ജോലി. അത് എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. കാരണം ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറേ വാക്കുകളൊക്കെ കേട്ടു, അതൊക്കെ പറഞ്ഞു. അതൊരു നല്ലതായിരുന്നു. ഇത് ഒരു ഹൊറർ ത്രില്ലറാണ് വിത്ത് എൻ ഇൻവെസ്റ്റിഗേഷൻ. യെസ്. സാധാരണ മിക്ക ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്നുകൂടെ പറഞ്ഞ് പേടി കയറ്റിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ഫ്രണ്ടായിരുന്നു ഡോക്ടർ സാറ? ഇല്ല, ഞങ്ങള് ഫ്രണ്ട്സേ അല്ല. ഞങ്ങൾക്ക് അറിയാം. ഇല്ല, വേറെ കോമ്പിനേഷൻ ഇല്ല, വേറെ ഡോക്ടർ. ഐ മീൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത്. ഡെയിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? നല്ലൊരു ക്യാരക്ടറാണ്. അല്ല, ഡോക്ടർ തന്നെയാണ്. ഞങ്ങള് 3 പേരും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ ഇതെല്ലാം മെയിൻലി ഡോക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണോ? കഥ നടക്കുന്നത് ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ രണ്ടൊന്നാണ്. അപ്പോൾ അവിടെയാണ്, അത്രേ ഉള്ളൂ. മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. പിന്നെ റൈറ്ററാണ്. ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അറിയാൻ പറ്റും. എങ്ങനെയായിരുന്നു ആക്ച്വലി ഈ ഒരു ഹണ്ടിലേക്ക് വന്നത്? ഫസ്റ്റ് ഇനീഷ്യൽ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് അത് തന്നെയായിരുന്നു? ഈ ഒരു ഹൊറർ എലമെന്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, ഹൊറർ എലമെന്റിലൊരു കഥ ഷാജി കൈലാസ് സാറിന് വേണ്ടി ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഞാൻ മനസ്സിലിട്ട് ഒരു കഥയുണ്ടാക്കി ഷാജി സാർ അപ്രോച്ച് ചെയ്തതല്ല. ഷാജി സാർക്ക് വേണ്ടി ഒരു സിനിമ, പ്രൊഡ്യൂസർക്ക് ഷാജി സാറുമായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഉണ്ടായ കഥയാണ്. അപ്പം അങ്ങനെയാണ് ആ കഥയിലേക്ക് വരുന്നത്. ഹൊറർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചാണ്, അല്ലാതെ ഞാനൊരു ഹൊറർ ചിന്തിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇതിൽ കുറേ ചിന്തിക്കാനുണ്ട്, ഇതത്ര ചെറിയൊരു ഏരിയ അല്ല എന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ പഠിച്ചു ചെയ്ത് തന്നെയാണ്.
അങ്ങനെയാണല്ലേ. ചന്ത് എപ്പോഴും ഈ പടം ചൂസ് ചെയ്തിട്ടൊക്കെയാണ് വരാറ്? ബിക്കോസ് ത്രൂ ഔട്ട് ചെയ്തേക്കുന്നതിൽ മിക്കതിലൊരു ത്രില്ലർ എലമെന്റ്സ് ഉണ്ട്. ഫിനിക്സ് ഇറങ്ങിയ സമയത്തിന് മുമ്പേ ഷൂട്ട് ചെയ്തതാണ് ഹണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല, നമ്മൾ വരുന്ന സ്ക്രിപ്റ്റുകളിൽ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ തോന്നുന്ന സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ കുറേ ത്രില്ലർ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് എന്നെ എന്തോ ഒരു ഇവന് ഇതിൽ പ്ലേസ് ചെയ്യാൻ അവർക്ക് തോന്നുന്നു എനിക്കറിയില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കഥയും അതിന്റെ സംവിധായകനും അതിന്റെ ഒരു നറേഷനും ടോട്ടൽ ക്രൂ ഒക്കെ ആയിരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ ഈ ഒരു ഫേസ് കാണുമ്പോൾ ഇതിലെന്തോ ഒരു സസ്പെൻസ് എവിടെയെങ്കിലും എന്റെ ഫേസിലല്ലേ. ഫിനിക്സിൽ അങ്ങനെ ഇല്ലല്ലോ, ലാസ്റ്റിലൊരു സസ്പെൻസ് ത്രില്ലർ അല്ലല്ലോ അത്. ഡിഫറെന്റ് ക്യാരക്ടർ. ഫ്രെഡി വേറെ ഒരു ക്യാരക്ടർ, സീക്രട്ട് ഹോം എന്ന പടത്തിലും വേറൊരു ക്യാരക്ടർ. പക്ഷെ എല്ലാത്തിനും പൊതു സ്വഭാവം എന്ന് പറയുന്ന ഒരു ടെൻഷൻ പരിപാടി അതിനകത്തുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നല്ല കണക്ഷനിൽ തന്നെയാണോ ഉള്ളത്? ഐ മീൻ ഹണ്ടിനെ ബേസ് ചെയ്ത ആ ഒരു സമയം മുതലേ നല്ല ബോണ്ട് ഉണ്ടോ? എങ്ങനെയാണ്? അല്ല, ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്ക് കിടക്കാൻ വേണ്ടിട്ടായിരുന്നു, ഒരു കുട്ടി സെഗ്മെന്റ്. ഓക്കെ, ഭാവനയ്ക്ക് വാദികമായി പേടിയായിരുന്നു നമ്മളെയൊക്കെ. ഇവന്മാരൊക്കെ ആരാണ് ഇത്, പരിചയപ്പെടണോ വേണ്ടയോ എന്നൊക്കെയായിരുന്നു. ആരങ്ങോട്ട് കേട്ടോ, ആരങ്ങോട്ട് ഭാവനയെ നോക്കിയാലും ഭാവന അപ്പം സരവണ. അപ്പൊ സരവണൻ ഒരു പാവം മാഡം ഒന്നും കാണത്തില്ല, വെറുതെ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ ഇടിച്ചു കയറി സംസാരിച്ചു. അപ്പൊ നമ്മളെക്കാട്ടിയും പ്രശ്നക്കാരിയാ. സെയിം വൈബായി. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഒരു ചെറിയൊരു സെഗ്മെന്റ് തരാം. വേറെ ഒന്നുമല്ല, നിങ്ങളെ പറ്റിയുള്ള ഒരു ഫാക്ട് ബേസ്ഡ് ഓൺ ഹണ്ട് ആകാം, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തുള്ളതും ആകാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങളെ കുറിച്ചുള്ള ഒരു ഫാക്ട് അത് ഒന്ന് പറയാ. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ബാക്കിയുള്ള 4 പേര് വേണം പറയാൻ. ഞാൻ തന്നെ എന്റെ കാര്യം പറയണോ? അയ്യോ, മറ്റുള്ളൊരു കാര്യം പറയാം. അതെ, ഞാൻ തന്നെ പറയാം, ഞാൻ വളരെ സദ്ഗുണനാണ്. അപ്പൊ ഭാവന പറയും ഒരിക്കലും അല്ല. They will disagree, choose to disagree. ഇപ്പൊ അവൻ പറയണം അവന്റെ സ്ക്രിപ്റ്റ് കിടില വേണം, അപ്പം ബാക്കി പറയാൻ പറ്റത്തോടെ നമ്മൾ പറയും അല്ലേ. മനസ്സിലായില്ലേ? പുറത്തിറങ്ങിട്ട് പറയണ പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ച എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചേട്ടൻ പറയുകയാണ് ഞാൻ ഹണ്ടിന്റെ സമയത്ത് 2 പ്രാവശ്യം കുളിക്കുമായിരുന്നു എന്ന് പറയുമ്പോ ആരെങ്കിലും ഒരാൾ പറയണേ നല്ല സൂപ്പർ എക്സാമ്പിളാ. എന്റെ പെണ്ണുമ്പിള്ളക്ക് പോലും അറിയണോ ഞാൻ 2 വട്ടം കുളിക്കുന്നു. അവിടെ ഭാവന പറയുന്ന ആലോചിച്ച് നോക്കിയാ കറക്റ്റ്. സോഷ്യൽ മീഡിയ തകർന്നു. ഭാവന നോസ് ചന്തു ടേക്സ് ബാക്ക് ട്വൈസ്. അപ്പൊ അതിഥി പറയും ഇല്ല ഇടയ്ക്കെന്നോ 3 ദിവസം കുളിച്ചു അല്ലേ, ശനിയാഴ്ച കുളിച്ചിട്ടുണ്ടായില്ല എന്നൊക്കെ. അല്ല, നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ? അതായത് ഇപ്പൊ ഹണ്ടിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ചന്തുചേട്ടൻ അനുമോഹൻ ഇതിൽ അനുചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പിന്നെ അദ്ദേഹത്തിന്റെ വൈഫും ഇതിൽ അഭിനയിക്കുന്നുണ്ട്, സോനു കൺമണി. സോനു. ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആയിട്ട്, അതായത് ഈ ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ടൈപ്പ് പിള്ളേർ എങ്ങനെയുണ്ടോ അതാണ് ആ സെറ്റില് ഞങ്ങള്. ഈവൻ അതായത് ഞങ്ങൾ എല്ലാവരും ലേറ്റ് ആയിട്ട് ഇപ്പോൾ കറക്റ്റ് ഓൺ ടൈമിൽ വരണം. ഷാജി സാറിന് ഭയങ്കര മസ്റ്റാണ് അതൊക്കെ. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉഴപ്പി അവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ക്ലാസ്സിൽ ലേറ്റ് ആവുന്ന പിള്ളേർ. ഇവനെ ഞങ്ങൾ ഇടയ്ക്ക് കൂട്ട് വിളിക്കുമായിരുന്നു. ഇവനും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഇവൻ ഞങ്ങളെ ശരിക്കും പറ്റിച്ചിട്ട് ഇവൻ കറക്റ്റ് സർ ഞാൻ പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല എന്ന് ഇവൻ പറയും. അതല്ല, ഞങ്ങൾക്ക് ചേച്ചിയുടെ കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു. സാധ്യതയുണ്ട്. ഇവൻ ഞങ്ങൾ 3 ഞങ്ങളുടെ ഇതേപോലെ കോളേജ് സ്റ്റുഡൻസും കൂടെയാണ് അതിൽ ഞങ്ങൾ. അപ്പൊ അതേ യൂണിഫോം ഐ മീൻ കോട്ടും ഇതൊക്കെ ഇട്ട് നമ്മൾ ടാഗ് ഒക്കെ വെച്ച് ഞങ്ങൾ ശരിക്കും ആ കോളേജിലുള്ള പിള്ളേരെ പോലെ തന്നെയായിരുന്നു. ഇവനെ കാണുമ്പോൾ ഞങ്ങൾ അതായത് ഇവൻ ഞങ്ങൾ നടന്നതിനും പുള്ളി ഒരു ദേഷ്യം. സാറപ്പം ഞങ്ങൾ നിങ്ങൾ എന്താ ലേറ്റ്, ഇവരെ കണ്ടില്ലേ വന്നു, അങ്ങനെ ഞങ്ങൾ തിരിച്ചു പറയല്ലടാ. ഇവര് ഓരോ ഷോട്ടിന് ലേറ്റ് ആയാണ് വരാം. അല്ല, ഈ പറയുന്ന പോലെ എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ കൂടുതലുള്ള ആളാ. അപ്പൊ എനിക്ക് ഒന്നാമത് സാറിന്റെ പടത്തിൽ വർക്ക് ചെയ്യുന്നു. ഇവരൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഭയങ്കര ചിലപ്പോൾ ഈസി ആയിരിക്കും അവിടുത്തെ സ്പോട്ടിൽ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അപ്പൊ ഞാനപ്പോ അതുകൊണ്ട് ഓടി അവിടേക്ക് എത്തും. അപ്പൊ ആളിനെ കണ്ട എനിക്ക് 2-3 പ്രാവശ്യം ഞാൻ ലേറ്റ് ആയിട്ട് എനിക്ക് ചീത്ത കിട്ടും. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓടി പോകുമ്പോ പിറകിലോട്ട് നോക്കിട്ട് ചേട്ടാ അല്ലാതെ മുൾക്കാട്ടിനിടയിൽ കൂടെ ഓടി മറയരുത് കേട്ടോ. ചേട്ടന് പറയാനുണ്ടോ? ഉള്ളിൽ ഇപ്പോഴും ഉണ്ടായിരുന്നല്ലേ?
അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ആരെങ്കിലും കുറിച്ച് ഏതെങ്കിലും ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടോ? ഭാവന പറ. ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് പിന്നെ ഇവിടെ ആർക്കും അല്ലേ. ഭാവന ചേച്ചിക്ക് ഇവരിലെ ഡെയിനെ കുറിച്ചോ അല്ലെങ്കിൽ സന്തുവിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും? ചന്തുവായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ട്. ചന്തു ഞാൻ ഫസ്റ്റ് ഡേ ഒന്നും ഞാൻ ചന്തുവിൻ്റെ അടുത്ത് അധികം സംസാരിച്ചില്ല, ബിക്കോസ് എനിക്കും അറിയില്ല. അനുമോഹനെ പിന്നെ എനിക്കറിയാം. ഞാൻ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഒരു ദിവസം ആയതുകൊണ്ട് ഞാനും ഒന്ന് എൻ്റെ കോമഡികൾ ഇറക്കാറായിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാനായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ചന്തുവിനെ പോയിട്ട് ഈ ഭാവന ഭയങ്കര സീരിയസ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ പിന്നെ സൈലൻസ് പറഞ്ഞാലും ഞങ്ങളുടെ മാത്രം കേട്ടോണ്ട് ഡെയിനായിട്ട് എനിക്ക് ഒരു സീനിൽ കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ആ സീനിൽ പിന്നെ സംസാരിക്കാൻ ചേച്ചി ഞാൻ അറിയില്ല. പിന്നെ അതിഥിനെ ഓൾറെഡി അറിയാം. അതിഥി ഞങ്ങൾ ആംഗ്രി ബേബീസ് ഷൂട്ട് ചെയ്തപ്പോ അല്ല അതിഥി അഭിനയിച്ചു അറിയാം. അങ്ങനെ എന്നാലും എനിക്കും അതിഥിക്കും കോമ്പിനേഷൻ ഇല്ല. സന്തോഷ് ചേട്ടന് അതിഥിയായിട്ട് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? കോമ്പിനേഷനേ ഉള്ളൂ. ഞങ്ങൾ ഭയങ്കര കോമ്പിനേഷൻ. ഞങ്ങളാണ് ഇതില് പെയർ ചെയ്തിരിക്കുന്നത്. ലവേഴ്സ് ഞങ്ങളാ. അതിഥിനെ കുറിച്ച് എന്തെങ്കിലും ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടോ? ഹണ്ടിന്റെ ലൊക്കേഷൻ. അതെ. വേണ്ടായിരുന്നു. അതിഥിയുടെ ഇൻസിഡന്റ് ഇല്ല, ഞാൻ കുഴപ്പമൊന്നും. ഞാൻ പാവം, ഞാൻ മിടുക്കി കുട്ടിയായിരുന്നത്. കുറെ നാളായതുകൊണ്ട് എനിക്കുണ്ട്. എല്ലാവർക്കും ഡെയിനെ കുറിച്ചേ പറയാനുള്ളൂ. എവിഡന്റ് ആയിരുന്നു, എവിഡന്റ് ആക്കുക. ഇത് പാലക്കാട് തന്നെയായിരുന്നില്ലേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? സംഭവം ഫുള്ള് സെറ്റ് ആയിരുന്നു അല്ലെങ്കിൽ റിയൽ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും റിയൽ ലൊക്കേഷനിൽ തന്നെയായിരുന്നു? അഹല്യ ഹോസ്പിറ്റലായിരുന്നു. അഹല്യ പാലക്കാടുള്ള ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടായിരുന്നു? അതും അറിയാലായിരുന്നു എന്നൊക്കെ. കണ്ണൂർ ഹോസ്പിറ്റലിലോ? അതൊന്നും അവർ കാണിക്കില്ല. അതൊന്നും ഷൂട്ടിങ്ങിന് കൊടുക്കൂല. എന്തത് അല്ല, അതിലെന്തോ അസ്ഥികൂടത്തിന്റെ ഒക്കെ സാധനമൊക്കെ അതുണ്ട്. സെറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളും ഉണ്ട്. വെറും റിയൽ മാത്രമല്ല, സെറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷനുകളും ഉണ്ട്. അപ്പൊ ആർട്ട് ഡയറക്ടറിന്റെയും പണി, ആർട്ട് ഡയറക്ടറിനും ജോലിയുണ്ട് തീർച്ചയായിട്ടും. ഭാവന ചേച്ചി ഒരു 2 ദശാബ്ദമായി ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. എങ്ങനെ പറഞ്ഞാൽ അല്ല, 15 വയസ്സൊന്നും 20 വർഷം. അപ്പോ ത്രൂ ഔട്ട് ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൂവി ഏതാണെന്നൊന്ന് പറയാമോ? എല്ലാം എനിക്ക് സ്പെഷ്യൽ തന്നെ. ഓഫ്കോഴ്സ് എൻ്റെ ഫസ്റ്റ് മൂവി എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്, നമ്മൾ പരിമളം. പിന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോൾ എനിക്കൊന്നും അങ്ങനെ മാറ്റി നിർത്താൻ അങ്ങനെ തോന്നുന്നില്ല, ബിക്കോസ് എല്ലാത്തിലും നമ്മളിപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ച് എല്ലാം സ്വപ്നക്കൂട്, ചതിക്കാത്ത ചന്തു, ചിന്താമണി കൊലക്കേസ്, ചോട്ടാ മുംബൈ, നരൻ ഒക്കെ എനിക്ക് എല്ലാം കുറച്ച് അങ്ങനെ ഇതാണ് എൻ്റെ അങ്ങനെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ട്. ഈവൻ തമിഴിൽ ഞാൻ ചെയ്ത ചില മൂവീസ്, ഈവൻ കന്നഡ ഒക്കെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫിലിംസ് തന്നെയാണ്. ചിന്താമണി കൊലക്കേസിലും ഷാജി കൈലാസ് സാർ തന്നെയായിരുന്നില്ലേ? സോ ഇതിലും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ആസ് എ ഡയറക്ടർ സാറിന്റെ അപ്രോച്ച്? നമ്മൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു സെറ്റിലേക്ക് കയറി ചെല്ലുന്ന പോലത്തെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. ചിന്താമണിയിൽ ചെയ്യുമ്പോൾ ഞാൻ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ കമാറായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സാർ തന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയിരുന്നു. ആ ഒരു ഹോംലി ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ഒരു നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. വിന്ററിന്റെ പ്രൊഡ്യൂസർ തന്നെയാണല്ലോ ഇത്. ഞാൻ ചെയ്ത വിന്റർ എന്നുള്ള പടത്തിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ രാധാകൃഷ്ണേട്ടൻ. രാധാകൃഷ്ണേട്ടൻ എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വളരെ നമുക്ക് അറിയണ ആൾക്കാരായതുകൊണ്ട് സോ മൊത്തത്തിൽ എല്ലാവരും അറിയാവുന്ന ഒരു കംഫർട്ടബിൾ ഇതായിരുന്നു മൊത്തത്തിൽ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അതിഥീൻ്റെ ഉണ്ടല്ലോ, ഞങ്ങളൊരു 10 വർഷം മുന്നേ എൻ്റെയൊക്കെ അങ്ങനെയല്ല കുഞ്ഞിലെ കാര്യമല്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആ ഒരു സമയത്ത് അല്ല മറ്റേ പാട്ടില്ലേ മൂവെന്തിച്ചായതിന്റെ ചെറുപ്പത്തില് അതെ ചെറുപ്പത്തില്ലേ ആ ഒരു സമയത്ത് നമ്മൾ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ജലസിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അസൂയ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അതായത് സിദ്ധാർത്ഥ് മേനോനായിട്ട് നല്ല അടിപൊളി ഒരു പാട്ട് മ്യൂസിക്കൽ ആൽബം ഉണ്ടായിരുന്നു, മൂവെന്തിച്ചായം തീരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് സിദ്ധാർത്ഥ് മേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭയങ്കര അടിപൊളി അങ്ങനെയല്ല ക്രഷ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന ആളായിരുന്നു. അപ്പോ ആളായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? എനിക്ക് ആ നമ്പർ ഒന്ന് തരുമോ?
പറഞ്ഞു വന്ന ആളെ ഞാൻ പറഞ്ഞു വന്നത് കോണ്ടാക്ട് ഉണ്ട്. സിദ്ധാർത്ഥിന്റെ കല്യാണം വിളിച്ചിരുന്നു, അപ്പൊ പോകാൻ പറ്റിയില്ല. കോണ്ടാക്ട് ഒക്കെ എന്നാലും ഉണ്ട്. നമ്പർ വേണ്ട. ഓക്കെ. കല്യാണം കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട് അല്ലേ പുള്ളിയുടെ? നമ്മൾ ആ ഒരു ടൈമിൽ എല്ലാവരും ഇങ്ങനെ ഇതാക്കില്ല. ഇപ്പൊ ഡെയിനെ തന്നെ മിക്ക ഷോസിലും വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഡെയിൻ അധികം മിണ്ടാത്തൊരു ക്യാരക്ടറാണ് പൊതുവേ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. മീൻസ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് റിയൽ ലൈഫില്. കേൾക്കാലോ. അതെ അതെ അതെ. പക്ഷെ മിക്ക ഷോസിലും വരുമ്പോ ഡെയിൻ ഒരു കാട്ടുകോഴി എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇല്ലേ? അതില് വിഷമമുണ്ട്. സമാധാനായി. ഇല്ല, അതെ ഇപ്പൊ ചെറിയൊരു വിഷമം എവിടെയോ വന്നതുപോലെ. ഞാൻ ആങ്കർ ചെയ്യുന്നത് ചെയ്ത് ശീലമില്ലാത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു പുതിയൊരു ക്യാരക്ടറോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എന്നെ തന്നെ ബിൽഡ് ചെയ്തൊരു എനർജിയാണ് ഞാൻ ഷോ ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു എനർജി. എനിക്ക് അത്ര എനർജിയോ അല്ലെങ്കിൽ അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങനെ സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല മുൻപ്. ഇപ്പോൾ കുറച്ച് കൂടി സംസാരം. അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ എനർജി കൂട്ടിയപ്പോൾ വന്ന് കുറച്ച് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഈ ഫിലിമിൽ തന്നെ ട്രെയിലറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആത്മാവ് അങ്ങനെ എന്തിലേക്ക്? എനിക്ക് നല്ല പേടിയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഈ കാണുന്നത് മാത്രം വിശ്വസിക്കുന്നു പറയുന്നത് അല്ല, അല്ലാതെയും പല കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അതിഥിയുടെ DP ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്? മിക്ക കോമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ടൈറ്റാനിക്കിലെ റോസിനെ പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദാറ്റ് നെക്ലസ്. അത് ആക്ച്വലി പർപ്പസ്ഫുള്ളി അങ്ങനെ ഇതാക്കിയതായിരുന്നു അല്ലെങ്കിൽ റാൻഡംലി അങ്ങനെ ഇട്ടപ്പോൾ ആൾക്കാർ അങ്ങനെ പറഞ്ഞു ഇതായിരുന്നു? അയ്യോ, ഇതിങ്ങനെ വലിയ സംസാര വിഷയം പോലെ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇതിന് നമ്മൾ മിക്കപ്പോഴും ഒരു ഫോട്ടോസ് എടുക്കില്ല, അങ്ങനെ എടുത്തൊരു ഫോട്ടോ അത്ര മാത്രമുള്ളത്. അതങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തു. പടത്തിന്റെ ട്രെയിലറിൽ പറയുന്നുണ്ട് ഇത് റിയൽ ഏതാ ഇമാജിനേഷൻ ഏതാ എന്ന് മനസ്സിലാവുന്നില്ല എന്ന്. ലൈക്ക് റിയൽ ലൈഫിൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉള്ളതിൽ ഏതെങ്കിലും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? എന്നെ ആദ്യമായിട്ട് എന്നെ TV കണ്ട അത് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതെൻ്റെ ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ലൈഫിലെ. ചന്തുവിന് എങ്ങനെയാണ് ഈ കാര്യം? കരിയർ സ്പെസിഫിക് ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ കരിയർ തുടങ്ങി വളരെ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ സൂൺ എനിക്ക് ലാലേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, അത് നമുക്കൊരു ഭയങ്കര ഓസ്ട്രക് ആയിട്ടുള്ള സാധനം. പക്ഷേ ഐ കുഡ് ഗോ ടു ഹിസ് ഹൗസ്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ആൻ എക്സാമ്പിൾ. ചെറിയ അവിടെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നമ്മൾ പോവുക, ഇത്രയും നാൾ നമ്മൾ ആരാധനയോടെ കണ്ടിരുന്ന എവിടെയോ ഫാർഫെച്ച്ഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ മോഹൻലാൽ മമ്മൂക്ക എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കൂട്ടിൽ നിന്ന് കഴിക്കുന്നു, കുറച്ച് മുന്നേ പുള്ളിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. ദാറ്റ്സ് മൊമെന്റ് he said നമുക്ക് അതേ റിയൽ ആണെന്ന്. പക്ഷെ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുക, അങ്ങനത്തെ ഒരു പ്രോക്സിമിറ്റി നിൽക്കാൻ പറ്റുന്ന, ജസ്റ്റ് ഗിവിങ് എൻ എക്സാമ്പിൾ. അപ്പോൾ ഇനി വണ്ടർസ്ട്രക്ക് ആയിരുന്നു. ഓസ്ട്രക് ഭയങ്കര റിയാലിറ്റി ആയിട്ട് നമുക്കൊരു ഇത് വരില്ല, കൺഫ്യൂഷൻ ആവില്ല. നമ്മുടെ ഡ്രീംസ് ആയിട്ട് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരുന്നൊരു ഫേസ് ചെയ്ത് ഭാവനയുടെ കൂടെ നമ്മൾ അതിയുടെ കൂടെ നമ്മളൊക്കെ ഇരിക്കുന്നില്ലേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പിടിച്ചിട്ട് ഇന്റർവ്യൂ ആക്കിയിട്ട് ഞാൻ സിനിമ നടനായിട്ട് കാലുമകാലെത്തിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ സിനിമേനെ പറ്റിയിട്ട് ഇല്ലാത്തൊരു സിനിമേനെ പറ്റി സങ്കല്പിച്ച് ഓണത്തിന് റിലീസ് ആവുന്നുണ്ട്, നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം, ഓണത്തിന് വീട്ടിൽ പോകാൻ പറ്റിയില്ല, അതൊക്കെ കുറച്ച് ചുമ്മാ വെറുതെ 8ൽ 9ലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ റിയൽ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഈ കോളേജിന്റെ ലാസ്റ്റ് ഫെസ്റ്റിനൊക്കെ ഇവരെ കൊണ്ടുവരും, ഗസ്റ്റിനെ കൊണ്ടുവരുമല്ലോ. നമ്മൾ ഈ പാർട്ടി പരിപാടിയൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തിലൊക്കെ അവിടെ നിന്നിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യുക, ആളെ കൊണ്ടുവരും. അപ്പോൾ ഈ ഗസ്റ്റൊക്കെ ഇങ്ങനെ വരുന്നു, കാറ് വരുന്നു, ബാക്ക് സ്റ്റേജിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു, പ്രാർത്ഥന ചെയ്യാൻ സ്വാതി റെഡിയാക്കുന്നു. സ്വാതി ഓൾസോ മൈ വൈഫ് ഓൾസോ സ്റ്റഡി ഇൻ ദ സെയിം കോളേജ്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കും. എല്ലാം കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ബാക്ക് സ്റ്റേജിൽ ഇരുന്ന് ആഗ്രഹിക്കും ആ സമയത്ത് എന്നെങ്കിലും നോക്കിയോ ഇതുപോലൊരു കോളേജ് ഞാൻ ഗസ്റ്റായിട്ട്. പിന്നെ നമ്മൾ സിനിമ വന്നതിന് ശേഷം വീണ്ടും സോ മെനി കോളേജസ് വി ഗോട്ട് യൂസ് ടു ദാറ്റ്. പക്ഷെ ആദ്യത്തെ ഒരു പരിപാടി പഠിച്ച കോളേജിൽ സ്കൂളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് എങ്ങനെയായിരുന്നു? അല്ല, ഇപ്പൊ ഈ പറഞ്ഞത് ഞാനിപ്പോ റിയൽ ചെയ്തു. ഇപ്പൊ ഹണ്ടിനെ വെച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിന്റെ പ്രൊമോഷനായിട്ട് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് എന്റെ കോളേജിൽ നിന്നാണ്. അപ്പൊ അതെനിക്ക് ശരിക്കും ഈ പറഞ്ഞൊരു വിഷയിൽ തലേദിവസം അവള് ടീച്ചേഴ്സിന് മെസ്സേജ് ചോദിച്ചു, ഞാൻ നടന്നു റീലൊക്കെ വന്നത്. ഇല്ലില്ല, ഞാൻ അല്ലെങ്കിൽ എന്നെ പോയി കെട്ടിപ്പിടിക്കാൻ തല്ലു കൊടുത്ത ടീച്ചറാണ്. അവരെന്നെ അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കും, പറയുന്നു വേണ്ട. അപ്പൊ അതെനിക്ക് ശരിക്കും
വളരെ സന്തോഷമാണ്. ഞാൻ അതും ചേച്ചിയുടെ കൂടെയും സ്റ്റേജിലൊക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. ശരി, ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും അങ്ങനെ പെർട്ടിക്കുലർ ഇൻസിഡന്റ് അങ്ങനെ പറയാനായിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. നമുക്ക് ഉണ്ടാവും ഡെഫിനറ്റ്ലി കുറെ മൂമെന്റ്സ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓക്കെ ഏറ്റവും ബെസ്റ്റ് ഒരെണ്ണം പറയാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരുപാട് ഉണ്ട് നല്ല നല്ല മൂമെന്റ്സ് വരുമ്പോൾ എന്ന് പറഞ്ഞ് ചെറിഷ് ചെയ്യുന്ന കുറെ മൂമെന്റ്സ് ഉണ്ട്. ഉണ്ടല്ലേ. ഫീനിക്സിൽ നമ്മൾ കാണുന്നത് ഒരു ചോക്ലേറ്റ് ബോയ് കൈൻഡ് ഓഫ് ഒരാളെയാണ്. ലൈക്ക് പ്രണയത്തിന് അത്രയും ഡെപ്തിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരാൾ. ആക്ച്വലി വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലവ് ഫോർ യു ഇൻ റിയൽ ലൈഫ്? അല്ല, ഞാൻ വെറുതെ വെച്ചതാണ്. ഫിനിഷൻ ഓഫ് ലവ് അങ്ങനെ ഞാൻ സെറ്റ് ആയിട്ടൊരു സാധനമൊന്നും വെച്ചിട്ടില്ല. ബട്ട് പ്രണയത്തിന് എങ്ങനെ പറയാൻ പറ്റും? ഇച്ചിരി മുന്നേ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അതിതീവ്ര പ്രണയം അനുഭവിച്ച ഒരാളാണ്. എന്നോട് അല്ല, അതിന് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മോർ അബൌട്ട് നമ്മൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് അവരെ മിസ് ചെയ്യുന്നു. പ്രണയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലവ് അഫെയർ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈവൻ ആ പെയിൻ ഇല്ലേ, യു മിസ് ലോങ്ങിങ് ഫോർ ദാറ്റ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ ആ ലോങ്ങിങ് നിലനിൽക്കുക എന്നുള്ളതാണ് ബേസിക്കലി. നേടുക എന്ന് മാത്രമല്ല എന്നാണ് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലായി. യു ഷുഡ് ലോങ് ഫോർ ഇറ്റ്. പോയാലും ഇത്ര അവസാനം വരെ നമുക്ക് അതിലായിരിക്കണം നമ്മൾ അതിൻ്റെ ഒരു ലോങ്ങിങ് നേടിയതിന്. ചില ആൾക്കാർ പറയുന്നത് ലൈക്ക് അവരുടെ പ്രസൻസിലല്ല അവരുടെ ആബ്സെൻസിലാണ്. നമ്മൾ എത്രത്തോളം അതിനെ മിസ് ചെയ്യുന്നു, മൊമെന്റ് ബേസ് നമ്മൾ ഇങ്ങനെ മിസ് ചെയ്യണം. അത് ഏതായാലും August 9th ഫിലിം റിലീസ് ചെയ്യാണ്. എല്ലാവിധ ആശംസകളും പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യു. തൻ്റെ നല്ല വോയിസ് ഞാൻ പറയാതിരിക്കുകയായിരുന്നു കേട്ടോ, അതൊന്ന് നശിപ്പിച്ചത്. ഇന്റർവ്യൂയുടെ സമയത്ത് ഇന്റർവ്യൂ സമയത്ത് ഓർത്തു വരുന്നു. ഫേമസ് ആക്കില്ല. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്.